Hi students, welcome to Greater Than Academy. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് CBSE ക്ലാസ് 10 ചാപ്റ്റർ 2 പോളിനോമിയൽ പാർട്ട് 3. അപ്പോൾ പാർട്ട് 1ഉം 2ഉം കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 3യിലേക്ക് വരിക. പാർട്ട് 1ലും 2ലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതിൽ പാർട്ട് 2ൽ ഡിസ്കസ് ചെയ്തത് ഒരു ലീനിയർ പോളിനോമിയലിൻ്റെ സീറോസ് ഏതൊക്കെ മെത്തേഡിലൂടെ ഫൈൻഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയ എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ കേസാണ്. ഇപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, x² - 3x - 4. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ജിയോമെട്രിക്കൽ മെത്തേഡിലൂടെ എങ്ങനെ സീറോസ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഓൾറെഡി സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടൈം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സീറോസ് ഫൈൻഡ് ചെയ്യാൻ അറിയാം. എന്നാൽ ഇവിടെ ചെക്ക് ചെയ്യുന്ന എന്താണ്, ജിയോമെട്രിക്കൽ മെത്തേഡിലൂടെയുള്ള സൊല്യൂഷനാണ് നോക്കുന്നത്. അപ്പോൾ അതിനു മുൻപായിട്ട് തന്നെ x² - 3x - 4 എന്ന് പറയുന്ന ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സീറോസ് നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടൈം യൂസ് ചെയ്തിട്ടൊന്ന് ആദ്യം ഒന്ന് സോൾവ് ചെയ്യാം. അതിനുശേഷം ജിയോമെട്രിക്കൽ മെത്തേഡിലേക്ക് പോകാം. കൺസിഡർ എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ x² - 3x - 4. നമ്മൾ പ്രോഡക്റ്റ് സം എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ എന്ത് ചെയ്യുന്നത്, സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ്, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 4 × 1 4. അപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു -4, പ്രോഡക്റ്റ് ഈസ് ഈക്വൽ -4, സം ഈസ് ഈക്വൽ ടു -3. സം എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും, അപ്പം പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു -4 ആൻഡ് എസ് ഈസ് ഈക്വൽ ടു -3. അപ്പോൾ പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു -4 ആൻഡ് സം ഈസ് ഈക്വൽ ടു -3. അപ്പോൾ ഏതോ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് -4ഉം സം എന്ന് പറയുന്നത് -3ഉമാണ്. അപ്പോൾ ഏതാണ് ആ നമ്പേഴ്സ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ പ്രോഡക്റ്റിനെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഫാക്ടറൈസ് ചെയ്യാം. പ്രോഡക്റ്റിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 2. അപ്പോൾ നമുക്ക് നോക്കാം, ഇവർ തമ്മിൽ ആഡ് ചെയ്ത് നോക്കാം. 4 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്തപ്പോൾ 2ഉം കിട്ടുന്നുണ്ട്. 2 കിട്ടുന്ന സമയത്ത് ഓരോ സ്റ്റെപ്പിലും നമ്മൾ എന്ത് ചെയ്യുക, സം ഒന്ന് വെരിഫൈ ചെയ്യുക. 2 + 2 ഒരിക്കലും എന്താകത്തില്ല, 3 ആകത്തില്ല. 2 - 2 ചെയ്താലും എന്താകത്തില്ല, 3 ആകത്തില്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. 2 വെച്ച് തന്നെ ഡിവൈഡ് ചെയ്യാം, 1 എന്ന് കിട്ടും. ഇനി നോക്കുക, ഇവർ രണ്ടുപേരും, അതായത് ഈ പോർഷനിൽ കിടക്കുന്ന ആൾക്കാരെ തമ്മിൽ ആഡ് ചെയ്തിട്ട് അത് ആരുമായിട്ട് കമ്പയർ ചെയ്യാം, താഴെ കിടക്കുന്ന ഇതുമായിട്ട് കമ്പയർ ചെയ്യാം, താഴെ കിടക്കുന്ന ഈ നമ്പറുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ 2 + 2 എത്രയാണ്, 4 ആണ്. ഇത് എത്രയാണ്, 1 ആണ്. ഇവരെ മാത്രം, ഇതിനെ മാത്രമല്ല കമ്പയർ ചെയ്യേണ്ടത്, ഇവരെ തമ്മിൽ എപ്പോഴും എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ 2 + 2 എത്രയാണ്, 4ഉം ഈ 1ഉം തമ്മിൽ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യാം. നമുക്കറിയാം 4 × 1 എന്താണ്, 4 ആണ്. 4 + 1 5 ആണ്. പക്ഷെ നമുക്കിവിടെ വേണ്ടത് എന്താണ്, -3 ആണ്. അപ്പോൾ 4 - 1 ആണ് വരേണ്ടത്. അപ്പോൾ ഇതിൽ ആൻസറിലേക്ക് നോക്കുക, അതായത് സം എടുക്കുമ്പോൾ -3 എന്നാണ് ആൻസർ വരുന്നത്. -3 ആണെങ്കിൽ ഇതിലെ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും, മൈനസ് ആയിരിക്കും. അതായത് -4 1 അല്ലേ, -4ഉം 1ഉം ആയിരിക്കും എന്തായിട്ട് വരുന്നത്, ഇവിടുത്തെ നമ്പേഴ്സ് ആയിട്ട് വരുന്നത്. ചെക്ക് ചെയ്ത് നോക്കാം, -4 × 1 എന്ന് പറയുന്നത് എന്താണ്, പ്രോഡക്റ്റ് -4 കിട്ടും. -4 + 1 സം എടുക്കുമ്പോൾ -4, അതായത് -4 + 1 ആൻസർ എന്താ വരുന്നത്, -3 അല്ലേ വരുന്നത്. അപ്പോൾ സമ്മ് എത്ര കിട്ടി, -3 കിട്ടി. അപ്പോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, -4ഉം +1ഉം ആണ്. നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാം, x² - 4x + 1x - 4. അതായത് ഈ മിഡിൽ ടൈമിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ എഴുതി, x² - 4x + 1x - 4. ഞാനൊന്നുകൂടി എഴുതുന്നേ ഉള്ളൂ. ഇതിൽ ഇവർ രണ്ടുപേരും ഗ്രൂപ്പ് ചെയ്യുക, ഇതും ഗ്രൂപ്പ് ചെയ്യാം. ഇവിടുന്ന് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, x × x - 4 അല്ലേ, x × x x², x × -4 -4x + 1 × x - 4
മൾട്ടിപ്ലൈ ചെയ്യുക x ഇൻറ്റു 1 1x മൈനസ് 4 ഇൻറ്റു 1 മൈനസ് 4. അപ്പോൾ അതും ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നവർ എപ്പോഴും എങ്ങനെ ആയിരിക്കും, സിമിലർ ആയിരിക്കണം. അപ്പോൾ എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 1 ആദ്യത്തെ ഫാക്ടേഴ്സ്. ഇവിടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആയിരിക്കും എക്സ് മൈനസ് 4ഉം എക്സ് പ്ലസ് 1ഉം ആണ് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. therefore x minus 4 is equal to 0, x is equal to 4 എന്ന് കിട്ടും. x is equal to 4 എന്ന് കിട്ടും. ഇവിടെ x plus 1 is a factor, therefore x plus 1 is equal to 0, x is equal to minus 1 എന്ന് കിട്ടും. ഇപ്പോൾ രണ്ട് സീറോസ് കിട്ടി, അതായത് സീറോസ് ആർ അല്ലെ, സീറോസ്. ഏതൊക്കെയാണ് സീറോസ്? 4ഉം മൈനസ് 1ഉം ആണ് ഇവിടെ സീറോസ് ആയിട്ട് കിട്ടുന്നത്. ഇനി ഇത് എങ്ങനെ ജോമെട്രിക്കൽ മെത്തേഡിലൂടെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ സീറോസ് ഏതൊക്കെ കിട്ടിയിരിക്കുന്നത്? പ്ലസ് 4ഉം മൈനസ് 1ഉം ആണ് സീറോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നമുക്കിത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ജോമെട്രിക്കൽ മെത്തേഡിലൂടെ സോൾവ് ചെയ്യാൻ പോവാണ്. രണ്ട് കോളം വരയ്ക്കുന്നു. അതിൽ ഒന്നിൽ എക്സിൻ്റെ വാല്യൂസ്, നെക്സ്റ്റ് കോളത്തിൽ y is equal to എന്താണ്? y is equal to x square minus 3x minus 4. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സിന് നമ്മളൊരു വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് ആരുടെ വാല്യൂ കിട്ടും? വൈയുടെ വാല്യൂ കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂം വൈയുടെ വാല്യൂം വെച്ചിട്ട് വേണം നമ്മൾ ഗ്രാഫ് എന്ത് ചെയ്യാൻ, പ്ലോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ x is equal to -2 എന്ന് കൊടുക്കുന്നു. x is equal to -2 ആണെങ്കിൽ എന്ത് സംഭവിക്കും? -2ൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരെണ്ണം മാത്രം ഒന്ന് എഴുതി നോക്കാം. x square minus 3x minus 4, y is equal to x square minus 3x minus 4. Xന്റെ വാല്യൂ എന്താണ്? -2. therefore -2 into square minus 3 into -2 minus 4. -2 into square എന്ന് പറയുന്നത് 4 minus into -3 into -2 എന്ന് പറയുന്നത് +6 minus 4. നോക്കുക, ഈ +4ഉം -4ഉം ക്യാൻസൽ ആവുന്നു. ആൻസർ എത്ര കിട്ടുന്നു? 6 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ 6 എന്ന ആൻസർ കിട്ടി. അതുപോലെ തന്നെ -1 ചെയ്യുമ്പോൾ 0 കിട്ടുന്നു, 0 ചെയ്യുമ്പോൾ -4 കിട്ടുന്നു. എക്സിൻ്റെ വാല്യൂ 1 എന്നിട്ട് കൊടുക്കുമ്പോൾ -6 കിട്ടുന്നു, 2 എന്നിട്ട് കൊടുക്കുമ്പോൾ -6 തന്നെ കിട്ടുന്നു. അതുപോലെ തന്നെ 3 എന്നിടുമ്പോൾ -4 കിട്ടുന്നു, 4 എന്നിടുമ്പോൾ 0 കിട്ടുന്നു, 5 എന്നിടുമ്പോൾ 6 കിട്ടുന്നു. ഈ ഒരു ടേബിളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എക്സിൻ്റെ വാല്യൂ -1 ഇടുമ്പോൾ വൈയുടെ വാല്യൂ 0 കിട്ടുന്നുണ്ടെങ്കിൽ ഈ x square minus 3x minus 4ൻ്റെ ഒരു 0 എന്ന് പറയുന്നത് എന്താണ്? -1ഉം. അതുപോലെ തന്നെ വൈയുടെ വാല്യൂ 0 കിട്ടിയിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് ഏതാണ്? x is equal to 4 ആണ്. x is equal to 4 ആണെങ്കിൽ 4ഉം എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും. ഇപ്പം -1ഉം 4ഉം x square minus 3x minus 4ൻ്റെ എന്താണ്? സീറോസ് ആണെന്നുള്ള കാര്യം നമ്മൾ ഈ ടേബിളിൽ നിന്ന് തന്നെ കിട്ടും. ഇനി അടുത്ത സ്ലൈഡിലേക്ക് നോക്കാം. In fact, for any quadratic polynomial ax square plus bx plus c where not a not equal to 0, the graph of the corresponding equation y is equal to ax square plus bx plus c has one of the two shapes. അപ്പോൾ ഇതിനെ നമ്മളൊരു a square plus bx plus c എന്ന് പറയുന്ന ഫോമിലുള്ള ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ നമ്മളൊരു ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന തന്നെ രണ്ട് ഷേപ്പ് ആയിരിക്കും കിട്ടാൻ പോസിബിലിറ്റി ഉള്ള. ഐദർ ഓപ്പൺ അപ്വേർഡ് ലൈക്ക് യു, അല്ലെ യു ഷേപ്പ് പോലെ തന്നെ ഓപ്പൺ അപ്വേർഡ് ലൈക്ക് ഒരു ഷേപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഡൗൺവേർഡ് ലൈക്ക് ഡൗൺവേർഡ് ലൈക്ക് ഷേപ്പും ആയിരിക്കും. അത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇഫ് എ ഗ്രേറ്റർ ദാൻ 0, അല്ലെ എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതെന്തായിരിക്കും? ഇപ്പോൾ എയുടെ വാല്യൂ 1, എ എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ എക്സ് സ്ക്വയറിൻ്റെ കോഫിഷ്യൻ്റ് ആണ്. എക്സ് സ്ക്വയറിൻ്റെ കോഫിഷ്യൻ്റ് എ അത് 1 അല്ലെങ്കിൽ 0യിൽ കൂടുതലാണെങ്കിൽ 0 വരത്തില്ല. കാരണം എ നോട്ട് ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എ ഒരിക്കലും 0 ആകാൻ പാടില്ല. കാരണം എന്തായിരിക്കും? എ 0 ആയിക്കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ ഈ ടൈം തന്നെ എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. പിന്നെ എന്തേ ഉള്ളൂ? ബി എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ഫോം, അതായത് ക്വാഡ്രാറ്റിക് എന്ന് പറയുന്ന ആ ഒരു ഫോമിൽ നിന്നും അത് എന്തിലേക്ക് മാറും? കാരണം ഈ ടൈം പോയി കഴിഞ്ഞാൽ പിന്നെ എന്തേ ഉള്ളൂ? ബി എക്സ് പ്ലസ് സി അല്ലേ ഉള്ളൂ. അതെന്താണ്? ലീനിയർ പോളിനോമിയലാണ്. അപ്പോൾ
ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ കേസിൽ എയുടെ വാല്യൂ എന്ത് വരാൻ പാടില്ല? 0 വരാൻ പാടില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഷേപ്പ് എന്ന് പറയുന്നതും ഈ എയുടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. എയുടെ വാല്യൂ 0യിലും കൂടുതലാണെങ്കിൽ അത് ഓപ്പൺ അപ്വേർഡ് ആയിരിക്കും. എയുടെ വാല്യൂ 0യിലും കുറവാണെങ്കിൽ അത് ഓപ്പൺ ഡൗൺവേർഡും ആയിരിക്കും. ഈ ഒരു ഷേപ്സിനെ അല്ലെങ്കിൽ ഈ കർവ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് പാരാബോളാസ് എന്നാണ്. അപ്പം ഇതിന്റെ പേരെന്താണ്? പാരാബോളാസ് ആണ്. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന ആ ടേബിളിനെ പ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ടേബിളിനെ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? ഒരു ഓപ്പൺ അപ്വേർഡ് അല്ലെ, ഓപ്പൺ അപ്വേർഡ് ലൈക്ക് ഷേപ്പാണ് കിട്ടിയിരിക്കുന്നത്, പാരാബോള എന്ന് പറയുന്നത്. ഈ ഗ്രാഫ് എന്തിനാ അല്ലെങ്കിൽ ഈ പാരാബോള എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇക്വേഷൻ y = x² - 3x - 4 എന്ന് പറയുന്ന ഇക്വേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിനെ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഈ പാരാബോള എക്സ് ആക്സിസിൽ 2 പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. എക്സ് ആക്സിസിൽ 2 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നോക്കുക. ഈ ഫസ്റ്റ് പോയിന്റിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? -1 ഉം 0 ആണ്. -1 ഉം 0 ആണ്. ഈ കോർഡിനേറ്റിന്റെ അല്ലെങ്കിൽ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 4 ഉം 0 അതാണ് കൊടുത്തിരിക്കുന്നത്. 4 ഉം 0 ആണ്. അപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട എന്തിനു മാത്രം? ഇവിടെ വൈയുടെ കോർഡിനേറ്റിന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് മാത്രം മതി? എക്സ് കോർഡിനേറ്റിന്റെ വാല്യൂസ് മാത്രം മതി. എക്സ് കോർഡിനേറ്റിന്റെ വാല്യൂസ് ഏതൊക്കെയാണ്? -1 ആൻഡ് 4. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം എന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ -1 ഉം 4 ഉം തന്നെയാണ്. അതിനുശേഷം ടേബിളിൽ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന -1 ഉം 4 ഉം തന്നെയാണ്. ആ സെയിം ആൻസർ തന്നെയാണ് എവിടെയും കിട്ടുന്നത്. നമ്മൾ ഈ ഒരു ഇക്വേഷനെ ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇത് ഏത് മെത്തേഡാണ് പറഞ്ഞിരിക്കുന്നത്? ജോമെട്രിക്കൽ മെത്തേഡിലൂടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ സീറോസ് എങ്ങനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇതുവരെ പറഞ്ഞത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇതില് ദിസ് ഫാക്ട് ഈസ് ട്രൂ ഫോർ എനി ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. കാരണം ഇത്ര നേരം പറഞ്ഞതിന്റെ ഒരു കൺക്ലൂഷൻ, ഫാക്ട് ഈസ് ട്രൂ ഫോർ എനി ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ദാറ്റ് ഈസ് സീറോസ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. അതായത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ പടം വരച്ചതിലൂടെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എല്ലാ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ കേസിൽ എന്തായിരിക്കും? ഒരുപോലെ ആയിരിക്കും അല്ലെ. The zeros of a quadratic polynomial ax² + bx + c where a not equal to 0 are precisely the x coordinate of the points. X coordinate മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? മൈൻഡ് ചെയ്താൽ മതി. Point where the parabola representing equation y = ax² + bx + c intersects the x-axis. അതായത് ഈ ഇക്വേഷന്റെ പാരാബോള എക്സ് ആക്സിസിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സിന്റെ എക്സ് കോർഡിനേറ്റിന്റെ വാല്യൂ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? നോക്കിയാൽ മതി. ആ എക്സ് കോർഡിനേറ്റിന്റെ വാല്യൂസ് എന്തായിരിക്കും? സീറോസ് ആയിരിക്കും. ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് 3 കേസസ് വരാം. അത് ചെക്ക് ചെയ്യാം. കേസ് 1ലേക്ക് താഴെ 2 ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അവരുടെ കമ്പാരിസണിലൂടെയാണ് നമ്മളത് ചെക്ക് ചെയ്യുന്നത്. Here the graph cut the x-axis at 2 distinct points a and a'. ഫസ്റ്റ് കേസ് 1ൽ തന്നെ 2 സബ് കാറ്റഗറി 2 ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഗ്രാഫ് 1 ഉം ഗ്രാഫ് 2. ഇത് 1 ഉം ഇത് 2 ആണ്. അപ്പൊ ഗ്രാഫ് 1ൽ എയിലും a' എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പാരാബോള എക്സ് ആക്സിസിൽ ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗ്രാഫ് 2ൽ a'-ലും എയിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട്. ദ എക്സ് കോർഡിനേറ്റ്സ് ഓഫ് എ ആൻഡ് a' ആർ ദ 2 സീറോസ് അല്ലെ. നമുക്കറിയാം ഗ്രാഫ് 1 എടുത്താലും എ എന്ന് പറയുന്ന പോയിന്റിലെ എക്സിന്റെ കോർഡിനേറ്റും a' എന്ന് പറയുന്ന പോയിന്റിലെ എക്സിന്റെ കോർഡിനേറ്റും എന്തായിരിക്കും? സീറോസ് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഫിഗർ എടുത്താലും നമ്മൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ എന്ത് നോക്കുക? ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലെ എക്സ് കോർഡിനേറ്റിന്റെ വാല്യൂ നോക്കുക. ആ എക്സ് കോർഡിനേറ്റിന്റെ വാല്യൂസ് എന്തായിരിക്കും? സീറോസ് ആയിരിക്കും. കേസ് 2. ഇവിടെ കേസ് 2ൽ നോക്കുമ്പോൾ ഹിയർ ദ ഗ്രാഫ് കട്ട്
എക്സ് ആക്സിസ് അറ്റ് എക്സാക്ട്ലി 1 പോയിന്റ്. നേരത്തെ നമ്മൾ കണ്ട ഫിഗറിനകത്ത് 2 പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, എയിലും എ ഡാഷിലും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അറ്റ് 2 കോയിൻസിഡന്റ് പോയിന്റ്സ്, അതായത് ആ എയും എ ഡാഷും കോയിൻസൈഡ് ചെയ്ത് ഒരു സിംഗിൾ പോയിന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു പോയിന്റിൽ മാത്രമേ ഈ പരാബോള എക്സ് ആക്സിസിനെ എന്ത് ചെയ്യുന്നുള്ളൂ, ഇന്റർസെക്ട് ചെയ്യുന്നുള്ളൂ. അത്ര മനസ്സിലാക്കിയാൽ മതി. എ എന്ന് പറയുന്ന ഒരു സിംഗിൾ പോയിന്റിൽ മാത്രമേ ഇന്റർസെക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് ഫിഗർ 1 എടുത്താലും ഫിഗർ 2 എടുത്താലും ഒരു സിംഗിൾ പോയിന്റിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇന്റർസെക്ട് ചെയ്യുന്നുള്ളൂ. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ദ എക്സ് കോർഡിനേറ്റ് ഓഫ് എ ഈസ് ദ ഓൺലി സീറോ. അപ്പൊ ഇവിടെ ഒരു പോയിന്റിൽ മാത്രം ഇന്റർസെക്ട് ചെയ്യുന്നത് കൊണ്ട് അത് ഒരു സീറോ മാത്രമേ നമുക്ക് അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കാൽക്കുലേറ്റ് അല്ല, നമുക്ക് കിട്ടത്തുള്ളൂ. അതായത് ഒരു പോയിന്റിൽ മാത്രമേ ഉള്ളൂ ഇന്റർസെക്ട് ചെയ്യുന്നുള്ളൂ. ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലെ എക്സിന്റെ വാല്യൂ മാത്രമാണ് എന്തായിട്ട് മാറുന്നത്, സീറോ ആയിട്ട് മാറുന്നത്. എക്സിന്റെ വാല്യൂ ആണ് എന്തായിട്ട് മാറുന്നത്, സീറോ ആയിട്ട് മാറുന്നത്. അപ്പൊ ഇവിടെ ഒരു എക്സിന്റെ വാല്യൂ അല്ലേ ഉള്ളൂ, അതുകൊണ്ട് അവിടെ ഒരു സീറോ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഇനി കേസ് 3. കേസ് 3 എന്ന് പറയുമ്പോൾ the graph is either completely above the x-axis or completely below the x-axis. ഇപ്പോൾ രണ്ട് കേസ് ഉണ്ട്, കേസ് 1 ഉണ്ട്, കേസ് 2 ഉണ്ട്. അപ്പോൾ കേസ് 1-ൽ എക്സ് ആക്സിസിന് എബോവ് ആണ് നമ്മുടെ പരാബോള. അതുപോലെ തന്നെ കേസ് 2-ൽ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഫിഗർ 2-ൽ എന്ന് പറയുമ്പോൾ പരാബോള എന്ന് പറയുന്ന എക്സ് ആക്സിസിന് ബിലോ ആണ്. ഇറ്റ് ഡസ് നോട്ട് കട്ട് ദ എക്സ് ആക്സിസ്. ഒരിക്കലും അത് എക്സ് ആക്സിസിനെ എന്ത് ചെയ്തിട്ടില്ല, കട്ട് ചെയ്തിട്ടില്ല. അതായത് കട്ട് ചെയ്തു അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ആ പർട്ടിക്കുലർ പോയിന്റിലെ എക്സിന്റെ വാല്യൂ ആണ് എന്തായിട്ട് മാറുന്നത്, സീറോ ആയിട്ട് മാറുന്നത്. പക്ഷെ ഇവിടെ പരാബോള എക്സ് ആക്സിസിനെ കട്ട് ചെയ്തിട്ടില്ല, അതായത് ഇന്റർസെക്ട് ചെയ്തിട്ടില്ല. അപ്പോ പിന്നെ അവിടെ എന്തുണ്ടായിരിക്കത്തില്ല, സീറോ ഫോം ചെയ്യത്തില്ല. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ax² bx + c ഹാസ് നോ സീറോ. ഓക്കെ, അപ്പൊ ഈ കേസിൽ എന്തില്ല, സീറോ ഇല്ല. അപ്പൊ ഈ 3 കേസ് സ്റ്റഡി ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ആദ്യത്തെ കേസിൽ 2 സീറോ ഉണ്ടായിരുന്നു അല്ലെ. ആദ്യത്തെ കേസിൽ എത്ര സീറോ ഉണ്ടായിരുന്നു, 2 സീറോ ഉണ്ടായിരുന്നു. എയിലും എ ഡാഷിലും ഓരോ സീറോ വീതം. രണ്ടാമത്തെ കേസിൽ വന്നപ്പോൾ ഒരു സിംഗിൾ സീറോ മാത്രമേ ഉള്ളൂ, ഓൺലി 1 സീറോ. തേർഡ് കേസിലേക്ക് വന്നപ്പോൾ നോ സീറോ. ഇതിന്റെ ഒരു കൺക്ലൂഷൻ, you can see geometrically that a quadratic polynomial can have either two distinct zeros. അതായത് കേസ് 1 സ്റ്റഡിക്കകത്ത് നമുക്ക് മനസ്സിലായതാണ്, 2 ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ഉണ്ടായിരിക്കാം. സെക്കൻഡ് കേസിൽ നമ്മൾ നോക്കിയാൽ 2 ഈക്വൽ സീറോസ്. 2 ഈക്വൽ സീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സീറോ എന്നാണ് മീൻ ചെയ്യുന്നത്, കാരണം വാല്യൂ രണ്ടും എന്ത് തന്നെ ആയിരിക്കും, ഒന്ന് തന്നെ ആയിരിക്കും. നോ സീറോ. തേർഡ് കേസിൽ എന്താ മനസ്സിലാക്കിയ, സീറോ ഒന്നും തന്നെ ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, this also means that a polynomial of degree 2 has at most 2 zeros. മാക്സിമം എത്ര സീറോസ് ഉണ്ടായിരിക്കും, 2 സീറോസ് ഉണ്ടായിരിക്കും. എന്നാൽ ചില കേസിൽ സിംഗിൾ സീറോ അല്ലെങ്കിൽ ഈക്വൽ സീറോസ് ആയിരിക്കും, അല്ലെങ്കിൽ സീറോസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഇതാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയലുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ക്യൂബിക് പോളിനോമിയൽ കേസാണ്. ഈ ക്യൂബിക് പോളിനോമിയൽ കേസിൽ നമുക്കതിനെ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. അതായത് x = x³ - 4x എന്ന് പറയുന്ന ഒരു ക്യൂബിക് പോളിനോമിയൽ. അതിനെ ഇതുപോലെ തന്നെ നമ്മളൊരു ടേബിൾ വരച്ച് അതിൽ എക്സിന്റെ കോളം വൈയുടെ കോളം ഫിൽ ചെയ്യുക അല്ലെ. ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് എക്സിന്റെ ആയിരിക്കും, സെക്കൻഡ് കോളം y = x³ - 4x. ഇവിടെ എക്സിന് -2 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് വൈയുടെ വാല്യൂ 0 ആണ്. അതുപോലെ തന്നെ എക്സിന് -1 കൊടുക്കുമ്പോൾ 3 കിട്ടുന്നുണ്ട്, 0 കൊടുക്കുമ്പോൾ 0 എന്ന് കിട്ടുന്നുണ്ട്. എക്സിന് 1 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -3 എന്ന് കിട്ടും. അതുപോലെ 2 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, കാരണം -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പോൾ വൈക്ക് എന്താണ് കറസ്പോണ്ടിങ് വാല്യൂ കിട്ടുന്നത് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം. അങ്ങനെ ഈ നമ്പർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, -2 ഇട്ട് കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും വൈയുടെ വാല്യൂ എന്തായി മാറുന്നുണ്ട്, 0 ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ 0 വൈയുടെ വാല്യൂ 0 കിട്ടിയാൽ അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 ആയിരിക്കും. അത് -2
0 and 2 are the zeros of x cube minus 4x. ഇതിൽ നമുക്കൊരു ഗ്രാഫിലേക്ക് എന്ത് ചെയ്യാം, പ്ലോട്ട് ചെയ്യാം. ഇവിടെ ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഷേപ്പ് ഇത് ഇങ്ങനെയാണ്. ഇതിൽ 3 പോയിന്റ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ് ആക്സിസിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ പോയിന്റിൽ, പിന്നെ ഒറിജിനിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ ഇന്റർസെക്ട് ചെയ്യുന്ന ഫസ്റ്റ് പോയിന്റിലെ എക്സ് കോർഡിനേറ്റിന്റെ വാല്യൂ നോക്കുക -2. ഒറിജിനിലെ ഈ പോയിന്റിലെ എക്സ് കോർഡിനേറ്റിന്റെ വാല്യൂ നോക്കുക, എന്തായിരിക്കും, 0 ആയിരിക്കും. അതുപോലെ തന്നെ ഈ പർട്ടിക്കുലർ പോയിന്റിലെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 2, 0 ആണ്. അവിടുത്തെ എക്സിന്റെ വാല്യൂ മാത്രം നോക്കുക, ഏതാണ്, 2 ആണ്. അപ്പം 2 ഈ കേസിൽ 0 ആൻഡ് -2, ഇത് മൂന്നും എന്തായിരിക്കും, ഈ ഇക്വേഷൻ, അതായത് എക്സ് ക്യൂബ് മൈനസ് 4x എന്ന് പറയുന്ന ഒരു ക്യൂബിക് പോളിനോമിയലിന്റെ സീറോസ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സീറോസ് ജോമെട്രിക്കൽ മെത്തേഡിലൂടെ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ മാക്സിമം എത്ര സീറോസ് ഉണ്ട്, 3 സീറോസ് അല്ലെ, 3 സീറോസ് നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഒരു ക്യൂബിക് പോളിനോമിയൽ അറ്റ്മോസ്റ്റ് എത്ര സീറോസ് ഉണ്ടായിരിക്കും, 3 സീറോസ് ഉണ്ടായിരിക്കും. The x coordinate of only points where the graph of y is equal to x cube minus 4x intersects the x-axis. ഈ x ആക്സിസിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ 3 പോയിന്റ്സിന്റെയും their x coordinates are, ആ 3 പോയിന്റിന്റെയും x കോർഡിനേറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് are the only zeros of the polynomial. ആ പോളിനോമിയലിൽ എന്തായിരിക്കും, സീറോസ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെയും അതുപോലെ തന്നെ ക്യൂബിക് പോളിനോമിയലിന്റെ സീറോസ് ജോമെട്രിക്കൽ മെത്തേഡിലൂടെ എങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്നുള്ള ഒരു സെക്ഷനാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ക്ലാസ്സിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.